അതായത് ഇത് തൊഴിലാളി വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ ഇടതുപക്ഷവും മറ്റ് BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളൊക്കെ അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. TP രാമകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. TP രാമകൃഷ്ണൻ, ഇന്ന് പുറത്തു വന്നൊരു വാർത്ത, ഈ തൊഴിലാളി വിരുദ്ധമായ ഈ കോഡിനെതിരെ എല്ലാവരും രംഗത്ത് വരുന്ന ഈ ഘട്ടത്തിലാണ് ഈ വാർത്ത വരുന്നത്. അതായത് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഇതിനു വേണ്ടി ചട്ടങ്ങൾ രൂപീകരിച്ചു എന്നുള്ളത്. എന്തുകൊണ്ടാണ് തൊഴിലാളി സംഘടനകളൊന്നും ഇത് അറിയാതെ പോയത്? ഗവൺമെന്റിന്റെ നിലപാട് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ലേബർ കോഡിലെ വ്യവസ്ഥകളോട് ഗവൺമെന്റ് യോജിക്കാൻ കഴിയില്ല എന്നും തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഒരു കാരണവശാലും വെട്ടിക്കുറയ്ക്കാൻ അനുവദിക്കില്ല എന്നുള്ളതും ഗവൺമെന്റ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടാവേണ്ടത്. ചിലപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് സാധാരണ ഈ ചട്ടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അതിന്റെ നില എന്താണെന്നുള്ളത് നോക്കി തീർച്ചയായിട്ടും ഗവൺമെന്റിന് ഇടപെടാൻ കഴിയും. ഗവൺമെന്റ് ഇപ്പോൾ ഇടപെടുന്നുണ്ട്. ഇപ്പൊ കേന്ദ്ര മന്ത്രാലയം വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കേരളത്തെ പ്രതികരിച്ച് ഉദ്യോഗസ്ഥരെ അയച്ചിട്ടുണ്ട്. അപ്പം അതിന് അവരെടുത്ത നിലപാടെന്താണെന്ന് അറിയില്ല. പക്ഷെ ഗവൺമെന്റിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ലേബർ കോഡ് വഴി തൊഴിലാളി വിരുദ്ധ നടപടികൾ കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് പ്രഖ്യാപനത്തിൽ മാത്രം ഉണ്ടായാൽ പോരല്ലോ TP രാമകൃഷ്ണൻ. അത് പ്രഖ്യാപനം അവിടെ ഉണ്ട്, സമരരംഗത്തും ഈ ഇടതുപക്ഷമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു നീക്കം എന്തുകൊണ്ടാണ് അന്ന് നടന്നത്? കാരണം അന്ന് ഈ കോവിഡ് കാലത്താണ്, അല്ല ഒരു മിനിറ്റ്, കോവിഡ് കാലത്താണ് ഇത് പാർലമെന്റിൽ വന്നത്. അന്ന് വലിയ പ്രതിഷേധം ഇടതുപക്ഷ MP-മാരടക്കം പാർലമെന്റിൽ പ്രകടിപ്പിച്ചതാണ്. ആ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. ആ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് ഇവിടെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നു. എന്തുകൊണ്ടാണ് നയപരമായ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥർ സർക്കാരിനെ മുകളിൽ നിൽക്കുന്നത്? ഇല്ല അതിപ്പോൾ അങ്ങനെ ഒരു അവസാന വിധിയെഴുത്ത് പറയാറായിട്ടില്ല. ഇപ്പോ ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകളുമായി ഓരോ ഘട്ടത്തിലും ഉണ്ടാക്കിയ ധാരണ പ്രാവർത്തികമാക്കുന്നതിൽ ഗവൺമെന്റ് തൊഴിൽ വകുപ്പ് പ്രത്യേകിച്ച് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഒരു അവസാന വിശകലനത്തിലെത്താൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല ഇത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കേരള ഗവൺമെന്റിന് അവസരമുണ്ട്. കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടലുണ്ട്. അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് ഭരണഘടനാപരമായും നയപരമായും എല്ലാം ആലോചിക്കേണ്ട പ്രശ്നമാണ്. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ച ഒരു വീഴ്ചയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉദ്യോഗസ്ഥ തലത്തിൽ അതിന്റെ വിശദാംശം എന്താണെന്നുള്ളത് ഗവൺമെന്റ് വ്യക്തമാക്കിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഗവൺമെന്റ് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. ഈ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പൊക്കെ തൊഴിൽ വകുപ്പ് മന്ത്രി പറഞ്ഞ അഭിപ്രായങ്ങൾ കേരളത്തിന് മുമ്പിലില്ലേ? അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട്. ട്രേഡ് യൂണിയൻ സംഘടനകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും അവരുമായി ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലുമാണ് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ഇത്തരം ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നത്തിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ഗവൺമെന്റ് തലത്തിൽ വിശദീകരണം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം നമുക്ക് പരിശോധിക്കാം. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒരു തൊഴിലാളി വിരുദ്ധ നടപടികളും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ട്രേഡ് യൂണിയൻ സംഘടനയുടെ നിലപാട് അതാണ്. ഇക്കാര്യത്തിൽ ട്രേഡ് യൂണിയൻ സംഘടനകളും ഗവൺമെന്റിന്റെ നിലപാട് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നുള്ളത് കൂടി നാം കണക്കാക്കാം. നാളെ മന്ത്രി വിളിച്ച ചർച്ചയിൽ ഇക്കാര്യം ഒരു പക്ഷേ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? അല്ല, ഈ കരട് ചട്ടം അങ്ങനെ പുറത്തു വന്നത് അല്ലെങ്കിൽ അന്ന് തയ്യാറാക്കിയത് നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണോ പോവുക? ചട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് എതിർക്കുക എന്നുള്ളതല്ല. ചട്ടങ്ങളിലുള്ള തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ എന്തെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടോ അതാണ് പരിശോധിക്കേണ്ടത്. തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ ഏതെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്നതല്ല. തൊഴിലാളികളുമായി ചർച്ച ചെയ്യാതെ ഒരു ചട്ടം രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിൽ തൊഴിലാളി വിരുദ്ധത ഉണ്ടാകാനുള്ള സാധ്യത താങ്കളുടെ മുൻ അനുഭവങ്ങൾ വെച്ച് താങ്കൾക്ക് പറയാൻ സാധിക്കും? അത് അങ്ങനെയൊന്നും ഒരു വിശകലനം നടത്താൻ പറ്റില്ല. ഇതൊരു പ്രത്യേക പ്രശ്നമാണ്. രാജ്യത്തിന്റെ തൊഴിലന്തരീക്ഷത്തിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് അവകാശപ്പെടുന്നത് തൊഴിലാളികൾക്ക് സഹായകരമാണ്. അതിനുള്ള പരസ്യങ്ങളും അവർ ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചു വരികയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോ ചില കോഡുകളോട് തീരെ യോജിപ്പില്ല, ചില കോഡുകളോടാണ് യോജിപ്പ് എന്നുള്ളത്
BMSന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്നാലും BMS ഇതുവരെയും ഈ ലേബർ കോഡിനെ എതിർക്കുക എന്നുള്ള നിലപാടാണ്. അതിൽ നിന്ന് അവർ മാറി ചില വ്യവസ്ഥകൾ അംഗീകരിക്കാനാണ് അവർ സന്നദ്ധമാകുന്നത്. അത് തൊഴിലാളികൾക്ക് അനുകൂലമല്ല, അത് തൊഴിലാളി വിരുദ്ധമാണ്. തൊഴിലാളികളെ വർഗീയവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയം ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ തൊഴിലാളികളും ജനങ്ങളും നേരിടേണ്ടി വരുന്നത് വർഗീയ ശക്തികളും കോർപ്പറേറ്റുകളും തമ്മിലുള്ള ഒരു പുതിയ ആക്രമണ മുഖത്തെയാണ്. അതിനെ തൊഴിലാളി സംഘടനകൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യവ്യാപകമായി കർഷക പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടതുപോലെ തന്നെ തൊഴിലാളി പ്രക്ഷോഭങ്ങളും രാജ്യവ്യാപകമായി ശക്തിപ്പെടുന്ന നിലയാണ്. വളരെയധികം നന്ദി ശ്രീ ടി പി രാമകൃഷ്ണൻ. ഇന്ത്യയിൽ 26 ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചതിന്. അതായത് ശക്തമായി ഈ തൊഴിൽ കോഡിനെ എതിർക്കും എന്നുള്ള നിലപാടാണ്. പക്ഷേ ഈ മറ്റു കാര്യത്തിൽ നേരത്തെ പുറത്തു വന്ന വാർത്തകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ സർക്കാരാണ് മറുപടി പറയേണ്ടതെന്നാണ് ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ